ഒരു നടുക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ ABC ന്യൂസ് സ്റ്റാർ നൽകിയിരിക്കുന്നത്. ആ ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന അത് അമേരിക്കയിലെ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഈ മാധ്യമത്തിന് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമമാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ 15 വർഷമായി ഭീകരരുടെ ഇടയിൽ തന്നെ ഈ മൊസാദിൻ്റെ ചാരന്മാർ പ്രവർത്തിച്ചിരുന്നു. അത് ഈ പേജറും വാക്കി ടോക്കിയും അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഏത് നിമിഷവും തകർക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം 15 വർഷമായിട്ട് മൊസാദ് നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ വിവിധ ലെയറുകളായിട്ടാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ഏകീകരിച്ചിരിക്കുന്നത്. അതിൽ ഒരു ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരന്മാർക്കിടയിൽ നിന്ന് തന്നെ തങ്ങൾക്ക് വേണ്ട ചാരന്മാരെ സൃഷ്ടിച്ചെടുക്കുക. ആ ചാരന്മാർ മുഖേന ഏതൊക്കെ തരം ഡിവൈസാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നും പഠിക്കുക. അതുവഴി ഇങ്ങനെയുള്ള സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുക. അതായത് ഇപ്പോൾ പേജർ അതുപോലെ വാക്കി ടോക്കി റേഡിയോയുമൊക്കെ പൊട്ടിത്തെറിച്ചതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല. വിവിധ ഇടങ്ങളിൽ വിവിധ ലോകരാജ്യങ്ങളുള്ള ഭീകര സംഘടനകളുടെ കൈകളിലുള്ള ഏത് ഡിവൈസും പൊട്ടിത്തെറിപ്പിക്കാൻ രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 15 വർഷമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ മാധ്യമത്തിനോട് വെളിപ്പെടുത്തുന്നു. ഒപ്പം തന്നെ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് അമേരിക്കയും ഇത്തരത്തിൽ നീങ്ങിയിരുന്നു. പക്ഷേ ഇത് കൂടുതൽ സിവിലിയന്മാരെ മരണത്തിലേക്ക് തള്ളിവിടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തങ്ങളതിൽ നിന്ന് പിന്മാറിയതെന്നും അമേരിക്ക പറയുന്നത്. ഏതായാലും ഇതോടുകൂടി ലോകത്തെമ്പാടുമുള്ള ഭീകര സംഘടനകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയാണ്. കാരണം തങ്ങളുടെ കൂടെ കിടക്കുന്നവൻ ചാരനാണോ അതോ കൂടെ നിൽക്കുന്നവനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ വളരെ ഭ്രാന്തമായി നിൽക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഭീകരരെ തള്ളിവിടാൻ ഒരു പേജർ സ്ഫോടനത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.